ഇറാൻ അമേരിക്കൻ സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് ആശങ്കാജനകമാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദുഗാൻ. ഇറാഖിലെ വിവിധ മേഖലകളിലേക്ക് മിസൈൽ ആക്രമണങ്ങൾ കടന്നു ചെല്ലുന്നത് എല്ലാവർക്കും പ്രയാസം സൃഷ്ടിക്കുമെന്നും അവിടങ്ങളിലെ സ്ഥിരത മേഖലയ്ക്ക് മുഴുവൻ പ്രാധാന്യമാണെന്നും ഉർദുഗാൻ പറയുന്നു. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലെ പ്രധാനമന്ത്രി മസ്റൂർ ബർസാനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് തുർക്കി പ്രസിഡന്റിന്റെ പ്രതികരണം പുറത്തുവന്നത്. മേഖലയിലെ ഏറ്റവും പുതിയ സാഹചര്യങ്ങളെക്കുറിച്ചും അവസ്ഥാന്തരങ്ങളെക്കുറിച്ചും ഇരു ഭരണതലവന്മാരും സംസാരിച്ചതായാണ് വിവരം. ഇർബ് അടക്കമുള്ള ഇറാഖ് പ്രവിശ്യകളിലേക്ക് ഇറാൻ സംഘർഷം വ്യാപിക്കുന്നത് ആശങ്ക ജനിപ്പിക്കുന്നുണ്ടെന്നും മേഖലയിൽ സമാധാനം നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നും ഉർദുഗാൻ പറഞ്ഞു. ഏത് സാഹചര്യത്തിലും KRGയുമായും ഇറാഖുമായും സഹകരിച്ച് മുന്നോട്ടു പോകാൻ തുർക്കി തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാന ശ്രമങ്ങൾ സന്തുലിതമായി തുടരേണ്ടുന്നതിന്റെ പ്രാധാന്യം അടിവരയിട്ട അദ്ദേഹം രാജ്യത്തെ ഐക്യത്തിനും ഒത്തൊരുമയ്ക്കുമായി ഇറാഖ് തങ്ങളെ പിന്താങ്ങുന്നുവെന്നും അറിയിച്ചു. ഇറാഖുമായും KRGയുമായും ചേർന്ന് പൊതുഗതാഗതം, ഊർജ്ജ വിതരണം തുടങ്ങിയ മേഖലകളിൽ വ്യാപാരം നടത്താൻ അങ്കാറ താൽപര്യപ്പെടുന്നെന്നും കൂടിക്കാഴ്ചയിൽ അദ്ദേഹം അറിയിച്ചതായാണ് വിവരം. ഉർദുഗാന് പുറമെ തുർക്കിഷ് വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനും ഇറാഖ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് US-ഉമായി ചേർന്ന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ യുദ്ധത്തിൽ ഇറാനിൽ മാത്രം 3468 പേർ കൊല്ലപ്പെട്ടതായാണ് ഇറാനിയൻ വൃത്തങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത്. ഏകദേശം 26,500 പേർക്ക് പരിക്കേറ്റതായും കണക്കുകൾ ഉണ്ട്. സ്ത്രീകളും കുട്ടികളുമാണ് പരിക്കേറ്റവരിൽ അധികവും. ഇറാനെതിരായ സൈനിക നടപടി വ്യാപിപ്പിക്കുമെന്ന പുതിയ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതും വാർത്തയായിരുന്നു. ചർച്ചകൾക്കും ധാരണകൾക്കും വഴങ്ങിയില്ല എങ്കിൽ പ്രോജക്ട് ഫ്രീഡം ഉൾപ്പെടെ നടപടികൾ വ്യാപിപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചർച്ചകൾ അടുത്ത ആഴ്ച ഇസ്ലാമാബാദിൽ പുനരാരംഭിച്ചേക്കാമെന്നാണ് വിവരം. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടനുസരിച്ചായിരിക്കും ഇത്. ഹോർമുസിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം വീണ്ടും ചർച്ചയ്ക്കുള്ള സാധ്യതകളെ ബാധിച്ചിട്ടുമുണ്ട്. സമാധാന കരാറിലെത്തുന്നതിന് തൊട്ട് മുൻപാണ് വീണ്ടും ആക്രമണം ഉണ്ടായതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി തുറന്നടിച്ചു. ധാരണയ്ക്ക് ഒരു സാധ്യതയുമില്ലെന്ന് കണക്കാക്കുന്ന ഇസ്രയേൽ ഇനി ആക്രമണം പുനരാരംഭിച്ചാൽ 24 മണിക്കൂറിനകം ഇറാന്റെ ഊർജ്ജ ശൃംഖല തരിപ്പണമാക്കാൻ ഒരുങ്ങുകയാണെന്ന് വിവിധ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഹോർമുസിലെ പ്രതിസന്ധിയിൽ റഷ്യ സജീവമായി ഇടപെട്ടു തുടങ്ങിയതും വാർത്തയാണ്. വിവിധ രാജ്യങ്ങളുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി സംസാരിച്ചു. മെയ് 14-നും 15-നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലെത്തും. അതിനിടെ ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിന് ചുറ്റും എണ്ണ പരന്നതിന് സമാനമായ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ റോയിട്ടേഴ്സ് ഇന്ന് പുറത്തുവിട്ടതും ആശങ്കാജനകമാണ്. അതേസമയം തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇതുവരെ പൊതുവേദിയിൽ നിന്ന് മാറി നിന്നിരുന്നുവെങ്കിലും ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി ഇറാന്റെ യുദ്ധസമാധാന തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതായി US ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അമേരിക്കയുമായി നടത്തുന്ന സമാധാന ചർച്ചകളുടെ ഗതി നിർണ്ണയിക്കാനുള്ള നീക്കങ്ങളിൽ മൊജ്തബ സജീവമാണെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ കരുതുന്നതും. US ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN ചാനലാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഇറാൻ യുദ്ധത്തിന്റെ ആദ്യ ദിവസമാണ് മൊജ്തബ പിതാവ് ആയത്തുള്ള അലി ഖമനേയും ചില കുടുംബാംഗങ്ങളും കൊല്ലപ്പെടുന്നത്. ആ ആക്രമണത്തിൽ മൊജ്തബയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇതിനുശേഷം അമേരിക്കയും ഇസ്രയേലും വമ്പൻ ആക്രമണങ്ങൾ നടത്തുകയും ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തെങ്കിലും മൊജ്തബ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയോ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയോ ചെയ്തിട്ടില്ല. യുദ്ധത്തിനിടെ അദ്ദേഹം കൊല്ലപ്പെട്ടതായും ആരോഗ്യനില വഷളായതുമായുള്ള നിരവധി ഊഹാപോഹങ്ങൾ വാർത്തകളായും പുറത്തു വന്നിരുന്നു. അതീവ സുരക്ഷാ മേഖലകളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ ഉന്നത നേതാക്കൾ തുടർച്ചയായി കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് മൊജ്തബ മാറി നിൽക്കുന്നതെന്നാണ് നിലവിലുള്ള വിശകലനം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.